ഇന്ന് നിങ്ങൾ പലരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് ഒരു കഥ പോലെ നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, പണ്ടൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർ പല ജോലികൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരിൽ ചില ആളുകൾക്ക് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ചില ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഒരു സ്റ്റോക്ക് എപ്പോഴാണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടത് എന്നതിനെപ്പറ്റി അറിയില്ല. പിന്നെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല നല്ല സ്റ്റോക്കുകൾക്കും വില ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ കയ്യിൽ മിച്ചം വയ്ക്കുന്ന ഈ പൈസ കൊണ്ട് ആ സ്റ്റോക്കുകൾ വാങ്ങാനും ഇവർക്ക് സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിലേക്ക് ഒരു ഫണ്ട് മാനേജർ വരുന്നത്. ആ ഫണ്ട് മാനേജർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫണ്ട് മാനേജർ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിൽ നിന്ന് അവർക്ക് കഴിയാവുന്ന തുക, ഇപ്പോൾ ഓരോരോ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവരവർക്ക് കഴിയാവുന്ന തുക ഈ ഫണ്ട് മാനേജർ കളക്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ ഈ ഫണ്ട് മാനേജറുടെ ഒരു വലിയ തുക ഉണ്ടായി, അല്ലേ? ആ വലിയ തുക ഉപയോഗിച്ച് എന്ത് ചെയ്തു ഈ ഫണ്ട് മാനേജർ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. അതുവഴി ഉണ്ടാവുന്ന ലാഭം എന്ത് ചെയ്തു ഈ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുത്തു. പിന്നെ ലാഭം എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും ലാഭം മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കിട്ടുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഏത് മ്യൂച്വൽ ഫണ്ടാണ് സ്യൂട്ടബിൾ എന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളും ഇതുപോലെ മറ്റു ജോലികൾക്കിടയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ, ഒരു സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം തേടുക. അതുവഴി നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയും. അപ്പോൾ ഈ കഥയിലേതുപോലെ തന്നെ ഇപ്പോൾ ഫണ്ട് മാനേജേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തുക ശേഖരിച്ചിട്ട് ഒരു പൂൾ അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ പൂൾ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും പൈസ ഇടും. എന്നിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ഈ ഫണ്ട് മാനേജർ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് ലാഭനഷ്ടങ്ങൾ എന്ത് ചെയ്യും, ഈ ഇൻവെസ്റ്റേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കും. ഇങ്ങനെ പൂൾ അക്കൗണ്ടിൽ കിട്ടിയ പൈസ കൊണ്ട് ആ ഫണ്ട് മാനേജർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കല്ല വാങ്ങുന്നത്, ഏകദേശം 20 മുതൽ 100 വരെ സ്റ്റോക്കുകൾ, ഓരോ ഫണ്ടിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഏകദേശം ഇത്രയും സ്റ്റോക്കുകളാണ് ഒരു ഫണ്ട് മാനേജർ ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക്, ഇപ്പോൾ ഈ 100 സ്റ്റോക്കിൽ ഒരു സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാലും മറ്റു സ്റ്റോക്കുകളുടെ വിലയിലുണ്ടായ കയറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റോക്കിലുണ്ടായ നഷ്ടത്തെ നമ്മളെ ബാധിക്കാത്ത രീതിയിലാക്കാൻ കഴിയും. ഇത് റിസ്ക് ഒരു പരിധി വരെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.